ഹലോ, ഹായ്, വെൽക്കം ടു മൈ ഫാമിലി. ഇന്നൊരു ഫുഡ് വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ റെസിപ്പി പറഞ്ഞു തരാം. ഇഡ്ലി മാവുണ്ടല്ലോ, ഇഡ്ലി മാവ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെപ്പോഴും ഇഡ്ലി, ദോശ എല്ലാം ചെയ്യുമ്പോൾ അവർക്ക് ബോറടിക്കും. എപ്പോഴും അതേ കൊടുക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് കാരപ്പണിയാരമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാരപ്പണിയാരത്തിന് നമ്മൾ ഫസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞാൽ, ആവശ്യമുള്ള സവാള, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിയില എല്ലാം എടുക്കണം. പിന്നെ ഗ്രീൻ ചില്ലിയും എടുക്കാം. ഞാൻ ഇപ്പോൾ മോള് വന്നതിന് ശേഷം ഞാൻ അത് എടുക്കാറില്ല, ചില്ലി എടുക്കാറില്ല. കാരണം അവൾ പിന്നെ കഴിക്കില്ല. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. എല്ലാ അമ്മമാർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനതിട്ട് ഫസ്റ്റ് കടുകിട്ടു, പിന്നെ കടലപ്പരിപ്പിട്ടു. കടലപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷമാണ് സവാള ഇട്ടത് കേട്ടോ. ഞാനൊരു രണ്ട് സവാളയാണ് ആഡ് ചെയ്തത്. അപ്പോൾ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം ഇട്ട് മിക്സാക്കി അത് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അത് പച്ച ഒരു ഇതുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. വാടിയതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ, എപ്പോഴും മാവ് ഉണ്ടാവുമല്ലോ, ദോശ ഇഡ്ഡലിയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ നമ്മൾ നന്നായി വഴറ്റി മാവിലോട്ട് അത് മിക്സാക്കിയിട്ട് നന്നായി മിക്സാക്കിയിട്ട് നിങ്ങൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ ഉപ്പ് ഇടണം. നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഉണ്ണിയപ്പം ചൂടുന്ന ഒരു പാൻ ഉണ്ടല്ലോ, ആ പാനിലാണ് നമ്മൾ ചൂടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ ആ പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് ചൂടാവണം കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ഫസ്റ്റ് അതൊന്ന് ചൂടാവണം. ചൂടായതിന് ശേഷമാണ് നമ്മൾ ഓരോരോ ഇതിൽ ഓരോന്ന് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ചൂടായ എണ്ണയിൽ വെള്ളം എന്തെങ്കിലും ആയാൽ പൊട്ടിത്തെറിക്കണ്ട. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണേ. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരോ ഇതിൽ ഓരോന്ന് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ, സൈഡിലിങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ടാകുമ്പോൾ, ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ തിരിച്ചിടണം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ, അപ്പോഴാണ് എല്ലാ സൈഡും ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടുക. ബ്രൗൺ കളറാകുമ്പോൾ അത് തിരിച്ചിട്ടതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് അത് ആ സൈഡ് ഒന്ന് ആയതിന് ശേഷം നിങ്ങളത് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഉള്ളിൽ ഇത് തിരിച്ചിട്ട പിന്നെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ പണി. പിന്നെ അത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.